കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ വലിയ ആരോപണങ്ങളുമായിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. സാമ്പത്തിക തട്ടിപ്പിന് തന്നെ ഇരയാക്കുന്നു, തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അതായത് വലിയ തുകകൾ വാങ്ങി താൻ മറ്റുള്ളവരോട് വാങ്ങി എന്ന് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. അതിൽ രണ്ട് പേരുകൾ പരാമർശിച്ചത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് വേദലക്ഷ്മി, മറ്റൊരു ബിഗ് ബോസ് താരം കൂടിയാണ്. മറ്റൊരാൾ കേരള ഫാഷൻ ലീഗിന്റെ ഫൗണ്ടർ അബിൽ ദേവ്. രണ്ടുപേരും നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് താരം എന്നുള്ള നിലയിൽ ലക്ഷ്മിയുടെ പേര് കൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ലക്ഷ്മിക്കും അബിൽ ദേവിനും പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഒരു ബിഗ് ബോസ് താരമാണ്. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം വലിയൊരു ആരോപണമാണല്ലോ. ഒരു സാമ്പത്തികമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് പറഞ്ഞു പറ്റിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ വലിയ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ, ലക്ഷ്മിയുടെ തന്നെ പ്രൊഫൈലിലൂടെ അത് BJP-ക്കെതിരെയുള്ള അത്തരം ആരോപണങ്ങൾ, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്താണ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇത്? ഒന്ന്, റോബിൻ രാധാകൃഷ്ണൻ നേരിട്ട് അറിയാവുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്, ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ്. എന്താണ് അതിനകത്ത് കൂടുതൽ പറയാനുള്ളത്? റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആൾ പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൾ അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. അത് ഇതുപോലെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് പിടിച്ച് പറ്റാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതിൽ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അല്ലാതെ നമുക്ക് പേഴ്സണാലിറ്റി വേണമെങ്കിൽ ഫേക്ക് ചെയ്ത് നിൽക്കാം. ആ ഫേക്ക് പേഴ്സണാലിറ്റി കണ്ടിട്ട് നമ്മൾക്ക് ഫാൻസും അതുപോലെ ഒത്തിരി പേര് നമ്മുടെ ഫോളോവേഴ്സായിട്ടും വന്നേക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ആ ജനങ്ങളുടെ പിന്തുണയും വിശ്വാസ്യത എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അതിൽ കൂടെ നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടാം, അല്ലെങ്കിൽ വലിയ വലിയ തുകകളുടെ ബ്രാൻഡ് അംബാസിഡർഷിപ്പ് കിട്ടാം, രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി കിട്ടിയേക്കാം. ഇതൊക്കെ ഒരു കപട മുഖമുള്ള ഒരാളുടെ കയ്യിലാണെങ്കിൽ അത് പവർ ഇസ് ഇൻ ദ റോങ് ഹാൻഡ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു എൻഡിങ് പോയിന്റ് ആണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൽ എൻ്റെ പേരിൻ്റെ കൂടെ അബിലിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറിലില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അബിലിൻ്റെ അടുത്തൂടെ പറയുകയാണ്. അബിലിനോട് ചോദിക്കുന്ന മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി ലക്ഷ്മിയോട് ചോദിക്കില്ല. ലക്ഷ്മിയെ ഭയങ്കരമായി ഹ്യൂജ് സപ്പോർട്ട് തന്നു എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞത്. അതായത് ലക്ഷ്മി എനിക്ക് ഇഷ്ടമായിരുന്നില്ല, ലക്ഷ്മിയുടെ വ്യക്തിത്വം എനിക്കിഷ്ടമല്ല, പക്ഷേ ലക്ഷ്മിയെ ഞാൻ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് PR വർക്കിലൂടെയും അല്ലാതെയും ബിഗ് ബോസിൽ വിജയിക്കാൻ സഹായിച്ചു, ബിഗ് ബോസിൽ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു എന്നൊരു. അപ്പോൾ അതിന് ഞാൻ വന്ന് ചില കമൻറ്റുകൾ വായിച്ചപ്പോഴും അതാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ പിന്നെ എന്തിനാണ് സാമ്പത്തികമായി ലക്ഷ്മി സഹായിക്കും പ്രതീക്ഷിച്ചിട്ടാണോ ലക്ഷ്മി ഇത്തരത്തിൽ സഹായിച്ചെന്നുള്ള ചോദ്യങ്ങൾ, അത്തരം ക്വസ്റ്റ്യൻസ് റെലവൻ്റ് ആണ്. പ്രത്യേകിച്ചും ഇങ്ങനൊരു വലിയ ആരോപണവുമായി റോബിൻ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. അതിലെന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്? ഇത്തരമൊരു സപ്പോർട്ട് തരുമ്പോൾ എങ്ങനെയൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു, അതല്ലെങ്കിൽ പിന്നീട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ സപ്പോർട്ട് കണ്ടിട്ടോ അങ്ങനെയായിട്ട് ഷോയിൽ പോയ ഒരാളല്ല, ഒന്നാമതേ. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് കണ്ടിട്ട് ആൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഒരു സ്വഭാവ വിശേഷമാണ് കാണിക്കുന്നത്. പിന്നെ പ്രസ് മീറ്റിൽ ഒത്തിരി സ്ഥലത്ത് നമ്മുടെ ഈ നാവിളുക്കി പോവുക, അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയത്തില്ലേ, ആളുടെ കുഴി ആൾ തന്നെ കുഴിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു എനിക്കും വേണ്ടത്. പ്രസ് മീറ്റ് നടത്തി ആളുടെ സൈഡിലുള്ള എല്ലാ കള്ളക്കഥകളും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കയ്യിൽ തെളിവുണ്ട് ആൾ തുടക്കം തൊട്ട് എങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്, എന്തൊക്കെ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ ആളുടെ ഒരു നറേറ്റീവ് അതായിരുന്നു ഇന്നലത്തെ പ്രസ് മീറ്റ്. അത് നല്ല ശുഭമായിട്ട് കഴിഞ്ഞു. അബിൽ ഇതിൽ 36 ലക്ഷം രൂപ ആദ്യം കൊടുത്തു, പിന്നീട് അത് ഗ്രാജുവലി ഒരു 45 ലാക്സിനടുത്തായി. അപ്പോൾ 45 ലാക്സ് കടന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത് രസം എന്ന് പറയുന്നത് 45 ലാക്സിലൊന്നുമല്ല അതിലുള്ള കഥ. അത് നമ്മൾ ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് കൊടുത്തതുകൊണ്ട് അതേപോലെ തന്നെ അക്കൗണ്ട് വഴി കൊടുത്തതുകൊണ്ട് രണ്ട് രീതിയിൽ തന്നെയാണ്. അല്ല, ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഇന്റർപ്റ്റ് ചെയ്ത് പറയാണ്. ഇപ്പോൾ ലക്ഷ്മി ബിഗ് ബോസിൻ്റെ ഒരു ലാസ്റ്റ് ചോദ്യം ചോദിച്ചു. എന്നാൽ ഇവർ രണ്ടാളുടെയും നടുവിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസിൽ ആ ചോദിച്ച ചോദ്യത്തിൽ ലക്ഷ്മിയെ റോബിൻ്റെ ഫാമിലി ആയിട്ട് കൂടുതലായിട്ട് ക്ലോസ് ആക്കുന്നത് ബിക്കോസ് ഓഫ് മീ. അതിന് ഞാനൊരു പാർട്ടാണ്. കാരണം ലക്ഷ്മിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ബിഗ് ബോസ് മറ്റുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ചിലപ്പോൾ കൊളാബ് ചെയ്യാറുണ്ട്.
ആരതിപ്പൊടിയാണ്, റോബിൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തിയുടെ കുറച്ച് കോസ്റ്റ്യൂംസ്, വേറെയും കുറേ ഡിസൈനേഴ്സ് ഉണ്ട്. അതിൽ പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള സപ്പോർട്ട്, അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ. പിന്നെ ഒരുപാട് സപ്പോർട്ടെന്ന് അവൻ തന്നെ ഇന്നലെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആകെ ചെയ്തത് പോകുന്നതിൻ്റെ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഓക്കെ, ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിനക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് അത്. അന്നത്തെ ആ സമയത്ത് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ലക്ഷ്മി കാലെടുത്തത് അടുത്ത സെക്കൻഡ് വീക്കിൽ ലക്ഷ്മി ഒരു വലിയൊരു ബോംബ് പൊട്ടിച്ച് ഇതാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ICUയിൽ ആവേണ്ട ഗതിയാണ്. കാരണം ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മീനെ, കാരണം നമ്മൾ ആ ഒരു അടുപ്പം കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ ലക്ഷ്മി അവിടെ വന്ന് ആ ഒരു വലിയൊരു നമ്മുടെ ആ ഷോയിലുണ്ടായ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഷ്യൂവിൽ വന്ന സമയത്ത് ലക്ഷ്മിക്കെതിരെ പോസ്റ്റ് ഇട്ട വ്യക്തി തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ. അങ്ങനെ അപ്പോൾ അല്ലാതെ അങ്ങനെ സപ്പോർട്ട് എന്ന് പറയാൻ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ആകെ ഇട്ടത് പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞൊരു വീഡിയോ മാത്രമാണ്. അതിനുശേഷം നെഗറ്റീവായിട്ട് പിന്നെ അതിൽ റോബിൻ്റെ ക്യാരക്ടർ വെളിപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഒരാൾക്ക് വേണ്ടി സ്വന്തം നിലപാട് പോലെ അവൻ മാറ്റിവെക്കുക, ഒരു പണത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണമാണ് അവിടെ. ആ പോയിന്റ് ജസ്റ്റ് നോട്ട്. എന്ത് വൃത്തികേടും ഈ വ്യക്തി ചെയ്യുന്നുള്ളതിൻ്റെ അവൻ്റെ വാക്ക് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി അറിയാതെ വീണു. എനിക്ക് ഇഷ്ടമില്ലാത്ത ലക്ഷ്മിയെ പണത്തിന് വേണ്ടി അബിൽദേവ് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തും ചെയ്യുന്നുള്ള ഫസ്റ്റ് പോയിന്റാണ് ഇവിടെ ഇതാകുന്നത്. ഇനിയിപ്പോൾ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ ഡിസംബർ വരെ കാര്യം എനിക്ക് സംസാരിക്കേണ്ട. കാരണം അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് 2024 ഒരു ഫെബ്രുവരി 11 ഞാൻ ഇവനെ വിളിക്കുന്നത്. കാരണം എൻ്റെ ഫാദർ സ്ഥാനത്ത് ഞാൻ കാണുന്ന നമ്മുടെ ഡോക്ടർ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെയും വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്ത് അഭിഷേക് ശ്രീകുമാർ നമ്പർ തന്ന് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുക ചെയ്യുന്നത് ആ ഫംഗ്ഷനിൽ. പക്ഷേ റോയിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വിളിച്ചു. നിർഭാഗ്യവശാൽ, അത് ഭാഗ്യവശാൽ അങ്ങനെ വേണം പറയാൻ, ഇനിയിപ്പോൾ റോയിയുടെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ ഇയാളുടെ കല്യാണം എന്നാ. അപ്പോൾ ബ്രോ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ആ കോൺവെർസേഷൻ അവിടെ തീരുന്നു. പിന്നെ ഞാൻ സത്യം പറയാം, റോബിനെ പിന്നെ എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ UK ട്രിപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നത്. ഞാൻ നാട്ടിലെത്തി എൻ്റെ ഫസ്റ്റ് കോൾ പിന്നെ പ്രൊഫഷണൽ കോൾ എന്ന് പറയുന്നത് റോബിൻ്റെ കോൾ വന്നതിന് ശേഷം ഞാൻ സംസാരിക്കുന്നത് മാർച്ച് 10 എൻ്റെ ഫസ്റ്റ്. അത് എൻ്റെ ഉണ്ട്. കാരണം എൻ്റെ ഫോണ് നമ്മളെ ഇവൻറ്റ് ഓൺ പ്രൊഡക്ഷനൊക്കെ ഇവൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഫോൺ ഓട്ടോ റെക്കോർഡാണ്. എല്ലാ കോളും ഓട്ടോ റെക്കോർഡാണ്. കാരണം നമുക്ക് ഇവൻറ്റിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് വരുന്ന സമയത്ത്, അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറയണ്ടായി എൻ്റെ ഇങ്ങനെ കോൾ, കാരണം സാംസങ് ഫോൺ അതിലുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ അത് ആളുടെ മേഖലയായിട്ട് അദ്ദേഹത്തിന് അത് ഗുണം എന്താണെന്നറിയില്ല. എന്നെ സംബന്ധിച്ച് അത് വളരെ യൂസ്ഫുൾ ആണ്. ഇവന്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പലരും ഇത് ചെയ്യുന്ന കാര്യമായിരിക്കാം മേ ബി, പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ പരിചയപ്പെട്ട് വളർന്ന ബന്ധം, അന്ന് തുടങ്ങിയ ബന്ധം ഡിസംബർ വരെ ഇനി എനിക്ക് പറയണ്ട. ഡിസംബറിലാണ് ഇവൻ്റെ വലിയൊരു ആരോപണം വരുന്നത്. ഡിസംബർ 29 രാത്രി, ഞാൻ രാവിലെ മുതൽ പറയാം, ഞാൻ ഇവന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിലായിട്ട് ഞാൻ ഇവന് 36,75,76,75,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പണം ഡിസംബറിൽ തീർക്കേണ്ടതാണ്. കാരണം ഘട്ടം ഘട്ടമായിട്ട് മേടിച്ച് കൊടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് വിശ്വാസമല്ല. ഇത് എന്തിനാ അബിൽ ഇങ്ങനെ ഇത്രയും കൊടുത്തേ? കൊടുക്കുന്നു, തരുന്നു, ബൈ ഹാൻഡ് കൊടുക്കുന്നു, അത് തിരിച്ചു തരുന്നു. അങ്ങനെ ഒരു ഹ്യൂജായിട്ട് അവൻ്റെ ലാസ്റ്റത്തെ അവൻ്റെ ബർത്ത്ഡേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിൻ അവനെ ആനയിച്ച് കൊണ്ടുവരുന്നത് പോലും ആ ബർത്ത്ഡേക്ക് പോലും 50,000 രൂപ കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവൻ അതുവരെ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അവൻ്റെ സെപ്റ്റംബറിൽ അവൻ്റെ ബർത്ത്ഡേ, ഒക്ടോബറിലാണ് ബർത്ത്ഡേ. ഒക്ടോബറിലൊക്കെ ഞാൻ ഏറ്റവും അവനെ കാർ ഓടിച്ച് അവനെ ആനയിച്ച് ഇവർ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി എന്നെ എടുത്തു പോക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് ബ്രേക്ക് വരുന്നതെന്നുള്ളത് ജാനുവരിയിലാണ്. അപ്പോൾ ഡിസംബറിൽ എൻ്റെ പണം എല്ലാം ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടുള്ള പല കാര്യം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫിനും ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. 11.5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവനും പൈസ കൊടുത്തിട്ടുണ്ട്. ബൈ ഹാൻഡ് റോബിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 29 മിഡ് നൈറ്റ് വരുന്നു. കാരണം ഒന്ന് ഡിസ്പ്യൂട്ടായി. കാരണം 15 തീർക്കാമെന്ന് പറഞ്ഞ ഫണ്ട് തീർത്തില്ല. അപ്പം എനിക്ക് എൻ്റെ അസ്വാരസ്യം, കാരണം 2 ആഴ്ചത്തേക്കൊക്കെ മേടിച്ച ഫണ്ടാണ് വലുതായി അങ്ങ് എത്തിപ്പോകുന്നത്. അപ്പോൾ ഞാൻ ടോണ് മാറി തുടങ്ങി. കാരണം ഞാൻ ഇറിറ്റേറ്റഡ് ആയിപ്പോയി. ആ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ബാധ്യതയായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ബാധ്യതയായി തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവൻ്റെ വീട്ടിൽ വന്ന അബിൽ ബ്രോ ഞാൻ നിന്നെ കാണാമെന്ന് പറയുന്നത് 29 രാത്രി, അത് 30 രാവിലേക്ക് എത്തി ആക്ച്വലി. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അവൻ പോകുന്നത്, കാരണം വീട്ടിൽ വരുന്നത് തന്നെ 10:30 മണിക്കാണ്. അത് ഇവൻ പറയുന്നത് എന്താ പറയുക, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ.
രാവിലെ മുതൽ ഫ്രണ്ട്ഷിപ്പ് കോളുകൾ, ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാം, എടാ നീ എവിടെ എത്തി, ചേട്ടാ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഒരു പരാതി ഉണ്ട് തോന്നുന്നല്ലേ, ഭീഷണിപ്പെടുത്തി. അതാണ്, അത് പരാതിയല്ല, ഹണി ട്രാപ്പ്. ഇത് വലിയൊരു വേർഡാണ്. ഇവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ അറിയോ? ഇവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അബിൽ ദേവ് എന്ന് പറയുന്ന വ്യക്തി മീഡിയയിൽ വരില്ല. അതവന് ധൈര്യമാണ്. അതിലവൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോകില്ല. നമ്മുടെ ഈ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എന്താ പൊട്ടനായിട്ടിരിക്കണോ? ഞാൻ പൊട്ടനായിട്ടിരിക്കണോ? എന്താ ചെയ്യുക പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി ഇടുന്ന അവൻ പേടിക്കുകയാണ്. കാരണം അവൻ ഇതുവരെ ഉണ്ടാക്കിയ ചീട്ട് കൊട്ടാരം തകർന്ന് അങ്ങ് പോവാണ്. കാരണം ലക്ഷ്മിക്ക് അതിനുള്ള പവർ ഉണ്ട്, ലക്ഷ്മിയുടെ വേർഡ്സിന് അതിന് ശക്തി ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇത് കണക്ട് ചെയ്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം 200-ലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. ലക്ഷ്മിയുടെ ഈ വീഡിയോസിൽ പുള്ളി ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? എന്റെ വീഡിയോസിന്റെ താഴെ റോബിന് വീഡിയോസിന് താഴെ എന്നുള്ളല്ല, ലക്ഷ്മി ഇത്തരത്തിൽ വീഡിയോകൾ ഇടുന്നു, പുള്ളിയെ ഫോക്കസ് ചെയ്ത് വീഡിയോകൾ ഇടുന്നു എന്നുള്ളത് ഒരു പരാതിയാണല്ലോ. അത്തരത്തിലുള്ള അതിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ലക്ഷ്മിയോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് ആള് കുറെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും സോഷ്യൽ മീഡിയയിലോട്ട് വന്നിട്ടല്ല ചെയ്യുന്നത്. അവിടെ ആൾക്ക് മുഖം രക്ഷിക്കണം, ഇമേജ് കോൺഷ്യസ് ആണ്, അവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിലോട്ട് എൻട്രി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ പുറത്ത് പറഞ്ഞേക്കുമോ എന്നുള്ള രീതിയിൽ ഭയം വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇട്ടൊരു വീഡിയോയ്ക്ക് ആൾ ആദ്യമായിട്ട് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇതിനകത്ത് സാമ്പത്തികമല്ല, ആളുടെ രാഷ്ട്രീയ എൻട്രി തകർക്കാനായിട്ടുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ ഒരു ന്യായീകരണം പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം വീണ്ടും പിന്നെ ചെയ്തത് ഒരു ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഒരു അനന്തു സുൽജിത്ത് എന്ന് പറഞ്ഞ വേറൊരാൾക്ക് സൈബർ കൊട്ടേഷൻ കൊടുത്ത് എനിക്കെതിരെ ദുഷ്പ്രചരണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കി അങ്ങനെ കൂടെ നിർത്താൻ ആൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വേറൊരാളെയും കൂടെ വിളിച്ച് കൂടെ നിർത്താൻ നോക്കി. പക്ഷേ അദ്ദേഹം ആ മൂന്നാമത് വിളിച്ച ആള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇതിൽ തട്ടിപ്പ് നടത്തിയ ആള് തന്നെയാണ് ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് അപ്പോ ഇത് ചെയ്ത് തുടങ്ങി വെച്ചത് ഇങ്ങനെയൊക്കെ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് എടുത്തിടാൻ ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അത് പ്രൈവറ്റ്ലി തന്നെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ തീർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആൾക്ക് പൈസ തരുകയും ചെയ്തിരുത്, ഈ ഉണ്ടാവുന്ന ഡിലേ അത് പുറത്ത് വരാനും പാടില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി കാണിച്ചതാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റ്. അപ്പോൾ അതിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, BJP വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടായിട്ട്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ഇത് സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നീക്കമൊക്കെ റോബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്താ പറയണ്ടേ, മോണിറ്ററി ബെനിഫിറ്റ് ആണ് ആള് നോക്കിയിട്ട് ചെയ്യുന്നത്, അല്ലാതെ രാഷ്ട്രീയത്തെ കുറിച്ച് അങ്ങനെ ഒരു വലിയതായിട്ടുള്ളതല്ല. സംസാരിക്കുന്നുണ്ട്, ആള് തന്നെ പറയുന്നുണ്ട് ഇത് BJP കുറിച്ചോ ഒരു നാഷണൽ പാർട്ടിയെ കുറിച്ച് ആൾക്കുള്ള ഒരു ഇതിൽ വെച്ചിട്ടല്ല രാഷ്ട്രീയത്തിലോട്ട് എൻട്രി ചെയ്യുന്നത്, ആളൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിൽ എന്താന്ന് വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ നിർത്തിയത് ഈ നമ്മൾ വീഡിയോ വീട്ടിൽ വന്നു എന്നുള്ളതാണ്. ഞാൻ അതിൽ തുടങ്ങി വേഗം പോവാം. വീട്ടിൽ വന്നു, ഇവൻ വീഡിയോ തരും. വീഡിയോ പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ ആ പണം അത്രയും പൈസ ഇവൻ്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഈ പൈസ അകപ്പെട്ട് വന്നു, ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് വന്നു, എന്നെ വന്ന് അവൻ കൺവിൻസ് ചെയ്തു. കൺവിൻസ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ ജാനുവരി 31 ഈ ഫണ്ടെല്ലാം സെറ്റിൽ ചെയ്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ഈ രാഷ്ട്രീയ ടോക്കൊക്കെ എനിക്ക് ആദ്യം അറിയാം. കാരണം ഈ ഇവൻ്റെ ഒരു 1.5 വർഷത്തെ ഇവൻ്റെ കൂടെ ഉള്ള സമയത്ത് ഇവൻ BJPയിലേക്ക് എങ്ങനെ എത്താമെന്നും ഇവൻ്റെ ഓരോ മീറ്റിങ്സും ഇവൻ്റെ അജണ്ട എന്താണെന്നും BJPയിലേക്ക് വന്ന എങ്ങനെയൊക്കെ വളരാമെന്നും അതിലായിട്ട് എൻ്റെ കോൺടാക്ട്സ് മുഴുവൻ കഴിഞ്ഞതും ഇനി എനിക്ക് അവിടെയാണ് ഭാവി എന്നും ഇവന് അവൻ്റെ ഒരു ഫോക്കസ്ഡ് എല്ലാം അറിയാം. അപ്പോൾ ആസ് എ ബ്രദർ ഞാൻ എപ്പോഴും പറഞ്ഞു, എന്നെ ഇത് ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ അവനെ സ്നേഹിച്ചുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ്. അല്ലെങ്കിൽ ഇത്രയും പൈസക്ക് ഒരു നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൻ കടം മേടിച്ചു എന്ന് തന്നെ അവൻ പറഞ്ഞത് സത്യം. അതല്ലാതെ എൻ്റെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് എവിടെയും പറഞ്ഞില്ല. ഞാൻ അതും മേടിച്ചിട്ടോ. അബിൽദേവിൻ്റെ സ്വാർത്ഥ എനിക്കിങ്ങനെ പ്രാന്താണല്ലോ, ഞാൻ എൻ്റെ കയ്യിലുള്ള ലക്ഷങ്ങൾ ഇങ്ങനെ എണ്ണി കൊടുക്കാൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു ദിവസം നമ്മൾ 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്ത് ഇവരെ ഭാര്യയും ഭർത്താവിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ കഥ പറച്ചിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാനസിക സന്തോഷമൊക്കെ തരുന്ന തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അപ്പോൾ ഇതിൽ ഡിസംബറിൽ കഴിഞ്ഞ് ജാനുവരി 31 ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മളിത് തുടങ്ങി. പക്ഷേ ഇന്നലത്തെ അവർ പറഞ്ഞ ഹണി ട്രാപ്പ്, അതൊരു വലിയ വേട. ആരാണ് ചെയ്യുന്നത്? അബിൽദേവായിട്ടുള്ള ഞാൻ ഈ അജാനുബാഹുവായിട്ടുള്ള ഈ മനുഷ്യനെ വീട്ടിൽ എത്തിച്ച് കത്തി കാണിച്ച് അല്ലെങ്കിൽ എൻ്റെ പവർ വെച്ച് ഞാൻ പേടിപ്പിക്കുന്നത് ത്രൂ ലക്ഷ്മി. അപ്പോൾ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീനെ
ഇൻഡയറക്ട്ലി അവിടെ കണക്ട് ചെയ്തു. അതിൽ പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അറിയത്തില്ല. അറിയത്തില്ല എന്നുള്ള ഒരു ബന്ധം. അതൊക്കെ അപ്പൊ ഇത് ഇവനെ ഒരു പോയിന്റ് എന്താണ് ഹുക്ക് ഇട്ട് കൊടുക്കുക. ഇവനെ നല്ല മിടുക്കൻ അവന്റെ ഈ കാര്യം. അപ്പം ഇവനെ ഞാൻ നേരത്തെ പറഞ്ഞ അബിൽദേവ് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിക്കില്ല എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അപ്പോൾ എന്താ വെച്ചാൽ, കാരണം ഞാൻ എൻ്റെ മേഖല വേറെയാണ്, എനിക്ക് ഈ സോഷ്യൽ മീഡിയ അല്ല, എനിക്ക് ഇങ്ങനെ വന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഉള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിസംബറിന് ശേഷമുള്ള ഈ ജേണി ഇത്രയും കാലത്തിനിടയിലുള്ളത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് വെച്ചാൽ ഇത് BJP ആയിട്ട് കണക്റ്റഡ് ആയിരുന്നതാണ്. BJP എന്ന് പറഞ്ഞാൽ എനിക്ക് തരാനുള്ള പൈസ എൻ്റെ അടുത്ത് വ്യക്തമായിട്ടാണ് ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള എല്ലാ ചാറ്റിലും മേഡം എടുത്ത് നോക്കിയത്. ഒരു ഭീഷണിയോ ഒരു കാര്യങ്ങളോ അതിലില്ല. റിക്വസ്റ്റുകൾ കാണാം, ചിലപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഞാൻ പ്രതികരിച്ച് കാണാമെന്നല്ലാതെ. ഇത് മാർച്ചിലൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുണ്ടറ 26-27 പാർട്ടി ഓഫീസിൽ പോവാ. പാർട്ടി ഓഫീസ് കാരണം ജാനുവരിയിൽ ഈ 36 ലക്ഷത്തിന് ശേഷം ഞാൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം BJPയിലേക്ക് ഇദ്ദേഹം പോകണമെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഫണ്ട് വേണം പലർക്കും സെറ്റിൽ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 ലക്ഷം 5 ലക്ഷം ഒക്കെ ജാനുവരി മാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് കുണ്ടറയിൽ ഇവന് ആർക്കെങ്കിലും സെറ്റിൽമെൻറ്റ് എന്തോ കൊടുക്കാൻ എനിക്ക് വാട്ടവർ. ലാസ്റ്റ് മാർച്ചിൽ പാർട്ടി തീർക്കുമെന്ന് പറയുന്നുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചു, സംസ്ഥാനം ജില്ലാ ഘടകത്തെ അറിയിച്ചു, ജില്ലാ ഘടകം എന്നെ വിളിച്ചിരിക്കുകയാണ്. ഇത് ഇവൻ പറയുന്ന വോയിസ് അടക്കം എവിടേക്ക് കുണ്ടറ BJP മണ്ഡലത്തിൽ വന്നാൽ പൈസ നിങ്ങൾക്ക് കയ്യിൽ തരാൻ നിങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെ എനിക്കൊരു പേടി തുടങ്ങി. കാരണം ഇവനോടൊന്നും ശരിയായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് ശരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ ഇലക്ഷൻ കഴിയുന്ന ഒരു അബിൽ മിണ്ടണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും നേരെ പോയിരിക്കുന്നത് സുരേഷ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത്. അദ്ദേഹത്തിനെ പോയി കണ്ടു. ഞങ്ങളെല്ലാ പ്രൂഫും ഞങ്ങൾ വെളിപ്പെടുത്തി. സുരേഷ് ഏട്ടൻ എല്ലാം കേട്ട് കഴിഞ്ഞ് ഒരൊറ്റ വാക്കാണ് ഞങ്ങൾ തന്നത്, അബിൽ നിങ്ങളെ ഫണ്ട് സെറ്റിൽ ചെയ്യാതെ റോബിൻ രാധാകൃഷ്ണൻ നിങ്ങൾ പരാതി തന്നാൽ ഇപ്പം തന്നെ ഞങ്ങൾ അവനെ പുറത്താക്കാം. ഞങ്ങളെ കൂടെ എൻ്റെ സുഹൃത്ത് തന്നെ നമ്മുടെ ആരവ് ഉണ്ടായിരുന്നു, കൊണ്ടുവര ജോണി ചേട്ടൻ്റെ മകൻ ആരവും കൂടി ഉണ്ടായിരുന്നു. കാരണം അവനും വെളിപ്പെടുത്തി, അവനും മനസ്സിലായി, അവനും റോബിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചാൽ സുരേഷ് ഏട്ടൻ ഞങ്ങൾക്ക് വാക്ക് വന്നു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇവൻ്റെ കോൾ വന്നു. കാരണം സുരേഷ് ഏട്ടനെ പോയി കണ്ടപ്പോഴത്തേക്ക് ഇവന് പ്രഷർ വന്നു. ഒരു പൈസയും തരാനില്ല എന്ന് പറഞ്ഞാൽ അവൻ 5 ലക്ഷം രൂപ എനിക്ക് തന്നു. 5 ലക്ഷം രൂപ അക്കൗണ്ട് വഴി തന്നെ തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണ് 45 ലക്ഷത്തിന് 40 ലക്ഷം രൂപ. എത്രയോ ഡേറ്റ് പറയുന്ന ചാറ്റുകൾ, എൻ്റെ ചാറ്റ്, ഇവൻ ഒരു ചാറ്റ് പോലും അവന് കാണിക്കാൻ ഉണ്ടാവുമോ എന്നറിയില്ല. വെറുതെ ഇങ്ങനെ മീഡിയയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു എന്നല്ല. ഇതിൽ ഞാൻ ഫുൾ ചാറ്റ് വെളിപ്പെടുത്താൻ തയ്യാറാണ്. അതിൽ അബിൽദേവ് എന്ത് ഭീഷണിപ്പെടുത്തി, ഇനിയൊരു കോമഡിയും കൂടി കേൾക്കാം. ഇതിനിടയിൽ എൻ്റെ അമ്മ ക്യാൻസർ വന്നൊരു വ്യക്തി, എനിക്ക് ആ പെയിൻ അറിയാം. നിർഭാഗ്യവശാൽ റോബിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ അസുഖത്തിന് പോലും വീണ്ടും ഈ 40 ലക്ഷം പെൻഡിങ് ഉള്ള സമയത്ത് പോലും ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി അവന് ബ്ലോക്ക് ആയതായിരിക്കാം എല്ലാ സ്ഥലത്തുനിന്നും. ഇനി എന്തെങ്കിലും പ്രഷർ വരുന്നു, ഇവൻ ഈ കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോർഷെ പനമേര 2 ആണ് ഇന്നലെ അവൻ കാണിച്ചിരിക്കുന്നത്. ഇവൻ്റെ പ്രസ് മീറ്റും പ്രഹസനമൊക്കെ പോർഷെ പനമേര 2 ആണ്. നിക്കക്കളി ഇല്ലാതെ ആയിരിക്കാം, ഇനി പേടിച്ചിട്ടോ ഒന്നും കഴിയില്ല എന്നുള്ള രീതിയിലായിരിക്കും ആ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് പോലും ഞാൻ പൈസ ഉണ്ട്. അവൻ്റെ വോയിസ് തന്നെ, ചേട്ടാ ഒരു കരഞ്ഞിട്ടൊരു വോയിസ് ആയിട്ടുണ്ട്, എനിക്ക് ഇനിയുള്ള ഓരോ ഫണ്ട് എൻ്റെ അമ്മയ്ക്കുള്ള പൈസയാണ്. ചേട്ടൻ്റെ പൈസ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15-ാം തീയതി 40 ലക്ഷം ഞാൻ തന്നു തീർത്തേക്കാം. ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ അതെല്ലാം വെയിറ്റ് ചെയ്തു. 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. 27-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ ദിവസം പൈസയ്ക്കായിട്ട് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവൻ്റെ ത്രട്ടണിങ് ആണ് എനിക്ക് വരുന്നത്. നിങ്ങളെ ഞാൻ ഹണി ട്രാപ്പിൽ പെടുത്തും. അന്ന് മുതൽ ഞാൻ ഇവനോട് മിണ്ടിയിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇവനോട് മിണ്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ യുക്തി അനുസരിച്ച് ഇനി ഇവനോട് സംസാരിച്ചിരിക്കാറില്ല. ലീഗലായിട്ട് പോവാം, ലീഗലി ഞാൻ പൊക്കോളാം. കാരണം എല്ലാം എന്നെ ചെക്ക് ലീഫും നമ്മളെല്ലാം എവിഡൻസ് ആക്കി വെച്ചതും നേരത്തെ കാണിച്ച രേഖകളൊക്കെ ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ലക്ഷ്മി ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇവൻ്റെ കോപ്രായങ്ങൾ പലതും, ഞാൻ കോപ്രായം എന്ന് പറയുന്നില്ല, അത് എൻ്റെ രീതിയിൽ ചിലപ്പോൾ പുള്ളിക്കാരുതി, ചിലത് അവൻ്റേതായിട്ടുള്ള ജോലി ആയിരിക്കാം, വാട്ടവർ. അത് കണ്ടു ലക്ഷ്മിക്ക് പേഴ്സണലി ആ ഒരു 100 കണക്കിന് ആളുകൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ ലക്ഷ്മിയും ചെയ്തു. ഇവനൊരു സൈബർ കൊട്ടേഷൻ കൊടുത്തു. അനന്ത് സുൽജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിനെ വിളിച്ചു വരുത്തി ഈ 2 പേരെയും എക്സ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തു. അനന്ത് എൻ്റെ അടുത്ത് ഒരു ഭീഷണി ലൈനിലായിരുന്നു വരുന്നത്, നിങ്ങളെ സ്കാം ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞു. അനന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അനന്ത് വന്നിരിക്കും, കാര്യങ്ങൾ നീ വെളിപ്പെടുത്തി, നീ രേഖാമൂലം നോക്കിയിട്ട് നിനക്കുണ്ടെങ്കിൽ നീ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വന്നു മുഴുവൻ കാര്യങ്ങളും വ്യക്തമായപ്പോൾ അനന്ത് സുൽജിത്തിന് കാര്യം മനസ്സിലായി. ഓക്കെ, ഇത് ഇവനെയും കൂടി ട്രാപ്പ് പെടുത്തിയതാണ്. അവർ ഒരുമിച്ചിരുന്ന് സെൽഫി ഇട്ട് റോബിൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഇപ്പോഴും ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് പ്രസ് മീറ്റിൽ ഇന്നലെ അവൻ വീണ്ടും അവൻ്റെ നാക്കുളുക്ക്
പോസ്കോ കേസിലെ പ്രതിയാണ് അവനാണ് എന്നെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവൻ എത്ര നിലപാടുകളാണ്. പിന്നെ ഇത്രയും കാലം ഒരു നല്ലൊരു ഇമേജ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലാസ്റ്റ് റോബിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വോയിസുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അറപ്പുളവാക്കുന്ന ഒരു വ്യക്തിയുടെ, മനസ്സിലായില്ലേ, സോഷ്യൽ ചിലപ്പോൾ തെറിയൊക്കെ പറയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ ഇത്ര ചങ്കുറ്റത്തോടു കൂടി അവനത് പോസ്റ്റ് ചെയ്യാനുള്ള അവൻ്റെ ആ ഒരു രീതി, മനസ്സിലായില്ലേ. അത് ഞാൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു, എൻ്റെ പൈസയ്ക്ക് ഞാൻ നിയമപരമായിട്ട് തന്നെ പോവുള്ളൂ. ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ന്യൂസ് 18 ചാനലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവനൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മളെ ഇമേജിനെ ബാധിച്ചു. ഇന്നിപ്പോൾ അറിയാലോ ഏത് ബിസിനസ്സും ഇന്ന് ഓൺലൈൻ മീഡിയ എത്രമാത്രം അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്ട്ലി പറഞ്ഞ വേർഡ്സുകൾ, കാര്യങ്ങൾ, അപ്പോൾ എന്ത് പറഞ്ഞോ അതെല്ലാം ഞങ്ങൾ സേവ് ചെയ്തു. അത് നിയമപരത്തിൽ പോകും. പണത്തിൻ്റെ ഇനി വേറെ രക്ഷയില്ല. നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീതി നേടിയെടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 5-10 വർഷങ്ങൾ വരെ ആ സമയം ഇവന് കിട്ടും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പം ജനങ്ങൾ എന്താ വിചാരിക്കും, ശരിയാണല്ലോ ഇവർക്ക് എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്, അവിടെ പോയാൽ ഇത് പോലീസുകാർക്ക് പൈസ മേടിച്ചു തരാനുണ്ടോ? നമ്മുടെ സർക്കുലർ പ്രകാരം പോലീസുകാർക്ക് പൈസ മേടിച്ചു തരാനില്ല. നിങ്ങൾ അടി കൂടരുതെന്ന് പറഞ്ഞാൽ സമാധാനിപ്പിച്ചേ അവർ വിടൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇവന്റെ കപടമുഖം രശ്മിയിലൂടെ വരും എന്നുള്ള ഒരു പേടിയിൽ ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇല്ല. കാരണം ഞാൻ ആക്റ്റീവ് അല്ല. എനിക്ക് അവിടെ നമ്മളെ ഡേ ടു ഡേ ലൈഫ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതില്ല. അപ്പം അവന് അത്രയും വിശ്വാസമാണ് അബിൽ ഇവിടെ വന്ന് ഇതൊന്നും വിളിച്ച് പറയാൻ പോകുന്നില്ല എന്നുള്ളത്. അത് ഇന്ന് ചരിത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മീഡിയ ചാനൽ, ന്യൂസ് ചാനലിൽ ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് എന്നെ സംബന്ധിച്ച്. അപ്പം ആ വിശ്വാസം, അപ്പം എനിക്കൊരു ചാൻസ് അവൻ തന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ ന്യൂസിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇനി ഒരു വ്യക്തിനെ നമ്മൾ ഇതിൽ മുന്നോട്ട് പോയപ്പം ഈ ഇൻഡസ്ട്രി റിലേറ്റഡിൽ ഇവൻ പണം ചോദിക്കാത്ത ഒരാളുമില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടുകൊണ്ട് ചോദിക്കാം. പക്ഷെ ഇവിടെ സ്കാം നടത്തുന്നുണ്ട്, റിയൽ സ്കാം. എങ്ങനെയാണ് സ്കാം നടത്തുന്നത്? ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് തന്നേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. പല വീഡിയോയിലുണ്ട്. ഇന്ന് അഖിൽമാരാർ ഒരു പോസ്റ്റ് ഇട്ടു. 10 ലക്ഷം രൂപ ചോദിച്ചു, 11 ലക്ഷം രൂപ തരാം. ഓക്കെ, 10 ലക്ഷം ചോദിച്ചു, ഒരാഴ്ച കഴിഞ്ഞാൽ 11 ലക്ഷം തരാം. ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നേനെ. ബിക്കോസ് ഓഫ് ലക്ഷ്മിയുടെ അവസ്ഥയാണ് പറയാതെ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം അബിലിന് തന്നിരിക്കുന്ന എല്ലാ വീഡിയോയിലും ഇത്ര ലക്ഷം രൂപ ഞാൻ അബിൽ ബ്രോയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, നാളെ ഇത്ര സമയത്ത് ഒരു ആഡ് ഓൺ കൂടി ചേർത്തിട്ടാണല്ലോ പറയുന്നത്, ഇത്ര രൂപ 25,000 രൂപ കൂടി ചേർത്ത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ തരാൻ നിങ്ങൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്റെ ഏറ്റവും വലിയ വിശ്വാസം ഇവൻ ഇല്ലാത്തതും അതാണ്. വെറുതെ വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമില്ല. അബിൽ ദേവിന്റെ കയ്യിൽ ഇന്നും റോബിൻ രാധാകൃഷ്ണനോട് പറയുന്നത് ഡേ 1 മുതലുള്ള ചാറ്റ്, ഡേ 1 ഏതെങ്കിലും സ്ഥലത്ത് അബിൽ ദേവ് വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ വീഡിയോ ഇവൻ നിർത്തിയിട്ടൊന്നുമില്ല. ഞാനൊരു കാര്യം ഇവിടെ ഡിസംബറിൽ ഇവനെ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തിട്ട് ജാനുവരിയിൽ ഇവൻ പിന്നെയും വീഡിയോ തരിക. പോട്ടെ, ഇലക്ഷന് വരെ ഞാൻ അവനെ പേടിപ്പിച്ച് നിർത്തി, ലക്ഷ്മി അവൻ പേടിപ്പിച്ച് നിർത്തി, പോട്ടെ. ഏപ്രിലും മെയ്യിലും ജൂണിലൊക്കെ എന്തിനാ എനിക്ക് ഇപ്പം വീഡിയോ തന്നെ? ഇവൻ എത്ര തവണ ആ ചാറ്റ് ഇന്നിപ്പോൾ ലക്ഷ്മി വിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ സീക്രട്ട് ഏജന്റ് സായി വിട്ടിട്ടുണ്ട്. ആ ഫുൾ ചാറ്റും അതിൽ എന്നെ ഇങ്ങനെ എന്താ പുകഴ്ത്തി പറയുന്ന എന്തോരം മാറുണ്ട്. നിങ്ങളെ പോലത്തെ ഒരു ബ്രദർ എന്നെയാണ് ഇന്നലെ അവന്റെ എന്താണ് പറയുക, അവന്റെ കുട്ടി പോർഷെ പ്രസ് മീറ്റിൽ, ചണ്ട കുട്ടികളുടെ പ്രസ് മീറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ റോബിനോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ താങ്ക്സ്. ഇന്നലെ ആ പ്രസ് മീറ്റ് അങ്ങനെ, പക്ഷെ ഇതിന്ന് പിറകോട്ടില്ല. അബിൽ ദേവ് കൊടുത്ത പൈസ അബിൽ ദേവ് 100% നിയമപരമായിട്ട് അത് മേടിച്ചിരിക്കും. അതിനുള്ള എല്ലാ ആത്മവിശ്വാസവും ഉണ്ട്. വേദലക്ഷ്മി കൊടുത്ത പൈസ വേദലക്ഷ്മി മേടിച്ചിരിക്കും. ഇനി എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, അതല്ലാതെ ആളുകളുടെ അടുത്ത് കൊടുത്ത പൈസ ഉണ്ട്, അതും ഞങ്ങൾ മേടിച്ചിരിക്കും. 2, റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇനി കേരളത്തിൽ സ്കാം നടത്താൻ 100% അബിൽ ദേവ് ഉണ്ടെങ്കിൽ അത് അനുവദിച്ചിരിക്കില്ല. 100% ഞാൻ പറയാം. കാരണം ഇത് പുറത്തു കൊണ്ടുവരണം. കാരണം പൈസ ആവശ്യമുണ്ടെങ്കിലും കടം മേടിക്കട്ടെ. ഇതൊന്നും വിഷമങ്ങളില്ല. ഇന്ന് തന്നെ നമ്മൾ എന്തോരം പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ എത്ര വ്ളോഗേഴ്സിൻ്റെ അടുത്ത് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് ഒരു ദിവസം പരിചയപ്പെട്ട ആളെടുത്തും അമിതമായി. എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് പേര് പറയാൻ പറ്റില്ല, ഞാൻ അവനോട് ചോദിച്ചു, എടാ പേര് പറഞ്ഞോട്ടെ. എടാ എൻ്റെ പൊന്നളി ആ പേര് പറയല്ലേ, ഇന്ന് 2 ദിവസം ഞാൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. അവൻ്റെ അടുത്ത് എന്നിലൂടെ ഒരു ദിവസം പരിചയപ്പെട്ടതാ. ഒരു ദിവസം 3-ാമത്തെ ദിവസം അവൻ്റെ അടുത്ത് നിന്ന് പൈസ വയ്ക്കുന്നു. 5 ലക്ഷം രൂപയാണ് അവൻ്റെ അടുത്ത് മേടിച്ചത്. 7 ലക്ഷം രൂപ. അപ്പോൾ അവൻ എന്തോ പാവം. സാധാരണ അവൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയൊക്കെ നടത്തി പോകുന്ന വ്യക്തിയാണ്. അവനൊരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അവനിപ്പോൾ എന്നോട് പറയും, എന്നെ പറയണ്ട, ഞാനിപ്പോൾ അവൻ്റെ പേരും പറയുന്നില്ല, പക്ഷെ അവൻ എന്നോട് പറയണ്ട, നീ എൻ്റെ പേര് പറയണ്ട. അപ്പോൾ ഇങ്ങനെ എന്തോരം പേർക്ക് അത് ഇവൻ ചെയ്തിട്ടുണ്ട്.
എത്ര പേരെടുത്ത് ഇപ്പം പണം. അപ്പോൾ ഒത്തിരി പേര്, ഞാനിപ്പോൾ എന്നോട് കണക്ട് ചെയ്ത് 100 പേര് വെച്ച് വിളിക്കുമ്പോൾ എടാ മെസ്സേജസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഇത് ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല. ആള് ബിഗ് ബോസിന് ഇറങ്ങിയ സമയം തൊട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു രീതി തന്നെ പിന്തുടർന്ന് പോവാ. അപ്പൊ ഈ ക്രൈംസിനൊരു ബ്രാൻഡ് എന്നല്ല, ആ ഒരു വിശ്വാസം, ആ സമയത്തുണ്ടായിരുന്ന വിശ്വാസം അല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് അതങ്ങോട്ട് യൂസ് ചെയ്തിട്ട് ഇത് ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു രീതി കാണും. അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ആള് ഭയങ്കര കോൺഫിഡന്റ് ആവും. അപ്പൊ ഇപ്പൊ ആള് ഭയങ്കര കോൺഫിഡന്റ് ആ. ഇപ്പൊ എതിര് നിൽക്കുന്നത് ആരാണെന്നുള്ളതില്ല, ആരെയാണെങ്കിലും അത് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആളുടെ സൈഡാണ് തെറ്റ് അങ്ങോട്ട് ആക്കി തീർക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇത് വിട്ടാല് നാളെ ഇത് തന്നെ ചെയ്തുകൊണ്ട് ആള് ജീവിക്കത്തുള്ളൂ, ഇത് തന്നെ തുടരും. ഇത് ലക്ഷ്മി ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ നമുക്കൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും മീഡിയ പേഴ്സൺ എന്നുള്ള ഒരു ഇതിൽ ക്യാമറയാണ് ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ ആളുകൾ ഫേക്ക് ചെയ്യാമെന്നൊരു ഇതുണ്ടല്ലോ, ഒരു സാധ്യത കൂടുതലാണല്ലോ. അപ്പം നമ്മൾ ചോദിക്കും എത്ര ദിവസം അഭിനയിക്കും, ഈ 90 days എന്ന് പറയുന്നത് അല്ല 100 days എന്ന് പറയുന്നത് ചെറിയ കാലമല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ഫേക്ക് ഐഡന്റിറ്റി ആണെന്നാണോ? തീർച്ചയായിട്ടും അതെ. അതിൽ വന്നിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ആൾക്കാരുടെ അത്രയും ഒരു എന്താ പറയണ്ടേ ഫാൻ ഫോളോയിങ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിലൂടെ എങ്ങനെ സാമ്പത്തിക നേട്ടം നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ രീതിയിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ആളുടെ പല സ്വരൂപങ്ങളും തനി സ്വരൂപങ്ങളും കണ്ടിട്ട് തന്നെ പറയുക, പുറത്ത് കാണുന്ന ഒരു പേഴ്സൺ അല്ല ശരിക്കുള്ള റോബിൻ രാധാകൃഷ്ണൻ. ലക്ഷ്മി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ജാനുവരി 31 ലക്ഷ്മിയെ അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ കോൾസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അതുണ്ട് ലക്ഷ്മി അത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അബ്യൂസ്മെന്റ് ഐ മീൻസ് ഒരു ഒബ്സിൻ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഉപയോഗിച്ചൊരു അത് പൈസ തിരിച്ചു ചോദിക്കുന്ന ഘട്ടത്തിലാണ്. എന്റെ പൈസ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ആളുടെ ഫാമിലി ഉൾപ്പെടെ എനിക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറയുമ്പോൾ ആള് ഭയങ്കര മോശം. ഒരു സ്ത്രീയോട് ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ഒക്കെ ഇത്ര ഘോരം ഇത് പ്രസംഗിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളതെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആള് കംപ്ലീറ്റ്ലി അതിനെതിരായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇതുവരെയും എൻ്റെ അറിവില്. അതുകൊണ്ട് തന്നെ അതിനെതിരെ അന്ന് തന്നെ കംപ്ലൈന്റ് പോയിരിക്കുന്നു. ഈ പറഞ്ഞ കണക്ക് കംപ്ലൈന്റ് ഞാൻ അന്നേ കൊടുത്തിട്ടുണ്ട്, അതിന്റെ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. എവിടെയും അപ്പിയർ ചെയ്യാതെ മാറി ഒഴിഞ്ഞ് നടക്കുന്നത് റോബിനാണ്. പിന്നെ റോബിൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിരിക്കുന്നത് ഒരു ഫ്യൂണറലിന്. ഞാൻ പരാതി കൊടുത്തതിന് ശേഷം റെസ്പോണ്ട് ചെയ്യാൻ വന്നിട്ടില്ലേ? ചാറ്റ് എൻ്റെ അല്ലല്ല. ഇതിൽ രസം എന്താന്ന് വെച്ചാല് നമ്മളെ റോയ് സാറ് മരിക്കുന്നത് 30-ാം തീയതിയാണ്. അന്ന് രാത്രിയാണ് ഈ പ്രശ്നങ്ങൾ ആസ്പദമായിട്ട് എല്ലാം നടക്കുന്നത്. ഈ രാത്രി പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ അബ്യൂസിങ് വേർഡ്സ് ഉപയോഗിച്ചുള്ള സംഭവങ്ങളുണ്ടായി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി ഇവൻ പരാതി കൊടുത്തു. തുമ്പ സ്റ്റേഷനിൽ പോയി പറഞ്ഞു, ഞങ്ങൾ വിളിച്ചു അവിടുന്ന്, സാർ ഇനി ഒരു 8 ദിവസത്തേക്ക് വരാൻ കഴിയില്ല, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുന്നു. അപ്പോൾ സാമ്പത്തിക തട്ടിപ്പാണ്. ഓക്കെ, നമുക്ക് വന്ന് ഡിസ്കസ് ചെയ്യാം. ഇതേമാതിരി തന്നെ ഓക്കെ. 1-ാം തീയതി ഇവൻ മെസ്സേജ് ഞങ്ങൾ കാണിച്ചു തരാം. എനിക്ക് അയച്ച മെസ്സേജ്, ഞാൻ ലക്ഷ്മിയോട് സോറി പറഞ്ഞു ബ്രോ, ഞാൻ ബ്രോക്ക് ഇത് ഇത്രയും സാമ്പത്തിക ഇവന് ചെയ്തു, ഇവൻ പോലീസ് കംപ്ലൈന്റ് ചെയ്ത് പിറ്റേ ദിവസം ഇവൻ എന്തിന് മെസ്സേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രോ മാപ്പാക്കണം ഇതാക്കണം. ലക്ഷ്മിക്ക് പറഞ്ഞു, ലക്ഷ്മി അപ്പം തന്നെ പറഞ്ഞു, ഇനി ഒരു സ്ത്രീയോട് നീ ഇത് പറയാൻ ഞാൻ സമ്മതിക്കില്ല. അതിനൊരു വേർഡും കൂടി ലക്ഷ്മി പറയുന്നത് കോൺമാൻ. അപ്പോൾ അവൻ അറിയില്ല എന്താണ്. അപ്പോൾ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇത് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു. ഞാനൊരു സ്മൈലും അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ലക്ഷ്മി ചാറ്റിൽ ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംസാരിച്ചാൽ ഞാൻ ഇതൊന്നും വിളിച്ചു പറയാൻ ഇതുവരെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇവനൊരു മാതാവ് മരിച്ചു, അപ്പോൾ ഒരു 41 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ലീഗലി പോവാം എന്നുള്ള, അതിൻ്റെ ഇടയിൽ ഇവനൊരു ബോധോദയം ഉണ്ടായാൽ എന്തെങ്കിലും ഒന്ന് ആവുമല്ലോ, ഒരു സമയം കൊടുക്കാമെന്ന് വിചാരിച്ച സമയത്താണ് ഈ സൈബർ കൊട്ടേഷനും ഇതിലേക്കും വന്ന് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്താൽ ഇത് വേറെ രീതിയിലേക്ക് ഇത് എത്തിക്കും. ഇതിൽ പറയാൻ ഒരു പേരും കൂടി ഞാൻ ഇവിടെ പറയണം. ഒരു ഷാലു പെയ്യാട് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ ഈ ഹണി ട്രാപ്പ് ഷാലു പെയ്യാട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരു ഘട്ടത്തിൽ റോബിനായിട്ട് ഒരു ഫൈറ്റ് വരുന്നു, പണമിടപാട് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിളിച്ച് പറയുന്നു സോഷ്യൽ മീഡിയയിൽ. ഒരു സുപ്രഭാതത്തിൽ പൂച്ചയെ പോലെ പേടിച്ച് റോബിൻ സാറോട് ഞാൻ ചെയ്തതിനെല്ലാം മാപ്പ് എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞു പറഞ്ഞ് ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പറയും. അപ്പം കാണുന്ന ആൾക്കാരെന്താ, റോബിനോട് ഇത്രയും ഘോരം പറഞ്ഞിട്ട് പേടിച്ച്. ആ വ്യക്തിക്ക് അനുഭവിച്ച അനുഭവം ഒരു ഹണി ട്രാപ്പ് ഉണ്ടായിരുന്നു. അത് ഭീകരമാണ്. അത് റോബിൻ്റെ വായിന്ന് ഈ അടുത്ത നമുക്കറിയാം, ഞങ്ങൾക്കിടയിലുള്ള കോൺവെർസേഷനിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ്, ചേട്ടാ ഞാൻ അങ്ങനെ ആ പടി ചെയ്തിട്ട് അവനെ പേടിപ്പിച്ച് നിർത്തിയെന്ന് പറയുന്നത് എൻ്റെ കോൾസ് എൻ്റെ കയ്യിലുണ്ട്.
അങ്ങനെ ഒരു ഇതും കൂടി വന്നു. പക്ഷെ അവന്റെ ഒരു ഇൻഡയറക്റ്റ് ഷാലുവിനെ ഹണി ട്രാപ്പിൽ വന്നു. ഷാലു എന്നെ പറയുന്നുണ്ട്, ഷാലുവിന്റെ അത് വലിയൊരു ഇതാണ്. ഈവൻ നിങ്ങൾ ഷാലുവിനെ വിളിച്ചത് കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഫെഫ്കയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. നിങ്ങൾ നോക്കിയത് നേരെയായിട്ട് അവൻ റോബിനായിട്ട് ഫൈറ്റ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള നമ്മളെ ഇതൊന്നും ഒന്നുമല്ല, സാമ്പത്തികവും അവന് ഇതേമാതിരി വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു രാത്രി, കാരണം എനിക്ക് അത് ഇവിടെ പറയാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അത് ഷാലു പറയട്ടെ എങ്ങനെയാണ് അവൻ അത് വന്നിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ ആ ഹണി ട്രാപ്പിൽ അതില്ല. പക്ഷെ ഇന്നിപ്പം നമുക്കും അതേ സമയം ഇവന്റെ ഒരു ഭീഷണി എനിക്കുണ്ടായിരുന്നു. അത് ഇവന്റെ അതൊരു വാട്സപ്പ് കോളാണ്, അവൻ ബുദ്ധിപരമായിട്ട് വാട്സപ്പ് കോൾ ചെയ്തു. പക്ഷെ നമുക്കറിയില്ല, സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ലാസ്റ്റ് കോളിൽ ഇവൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയും ഹണി ട്രാപ്പും ഒക്കെ പറഞ്ഞ് അതിലൊരു വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. അത് ട്രിവാൻഡ്രത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഞാൻ തീർത്ത പോലെ, അയാളെ ഞാൻ തീർത്ത പോലെ നിന്നെ ഞാൻ തീർക്കുമെന്നുള്ള ഭീഷണിയിലാണ്. ഞാൻ ശേഷം അവനെ വിളിച്ചിട്ടേ ഇല്ല. അല്ല അപ്പൊ അത് വന്ന വോയിസ് നിങ്ങൾ ഇപ്പൊ കേൾപ്പിച്ചല്ലോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇനി ജനങ്ങളിൽ നമ്മളൊരു ഇമേജ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ഇന്നിപ്പോ എൻ്റെ ഒരു ഗതികേടിലാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ വരത്തില്ല. ഇനി ഇങ്ങനത്തെ റോബിൻ രാധാകൃഷ്ണൻ ആരും ത്രെട്ട് ചെയ്യില്ല, റോബിൻ രാധാകൃഷ്ണൻ ആരെയും ഞാൻ പറ്റിക്കത്തില്ല, അധ്വാനിച്ച് ജീവിച്ച് അവൻ കാണിക്കട്ടെ, അതിനുള്ള ഇത് കാര്യം ഉണ്ടാവട്ടെ. മേടിച്ചു കൊടുക്കുന്ന പൈസ ഇനി ലീഗലി എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ, 100% എന്തോ ദൈവം സഹായിച്ച അതിനുള്ള കഴിവും അതിൻ്റെ ആരോഗ്യം തരട്ടെ, ഞാൻ അതിൽ പോവാം. പക്ഷേ അധ്വാനിച്ചുണ്ടാക്കി ഈ പൈസ നഷ്ടപ്പെടുത്താൻ ഞാനായാലും ലക്ഷ്മിയുടെ ഇനിയിപ്പോൾ എൻ്റെ ഫാമിലിയുള്ള മെമ്പേഴ്സിൽ നഷ്ടപ്പെട്ട പൈസയാണ് ഒന്നും തന്നെ ഇനി നമ്മൾ പിറകോട്ടില്ല. 100%. ലക്ഷ്മി അതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലക്ഷ്മിയുടെ സുഹൃത്തു കൂടിയാണ് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ലക്ഷ്മിക്ക് ഇത്ര വലിയൊരു ഇത് 8 ലക്ഷം രൂപയുടെ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണല്ലോ. എന്തായാലും അത് കൊണ്ടുപോയി ഇങ്ങനെ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ തിരിച്ചു തരുന്നില്ല. ഇത് 2 തവണയുടെ അല്ലേ, ബൈ ഹാൻഡും കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് വഴിയും കൊടുത്തിട്ടുണ്ട്, തെളിവുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒബ്സ്സീൻ വേർഡ്സുകൾ നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഡ്രാമയുടെ ഭാഗമായിട്ടാണോ വിചാരിക്കുന്നത്? അത് ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റാണ് ഞാൻ കേട്ടിട്ടുള്ളത്. റോബിൻ രാധാകൃഷ്ണനോട് ഞാൻ സംസാരിച്ചില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ആ പ്രസ് മീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തെ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിൽ പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്കത്, അതായത് ഇത്ര നാളിന് ശേഷം എന്തുകൊണ്ടായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ പത്രസമ്മേളനത്തിലേക്ക് വരിക? ആള് ഒരിക്കലും പൈസ തിരിച്ചു തരിക എന്നുള്ളത് മനസ്സിൽ ഇപ്പോഴും വിചാരിച്ചിട്ടില്ല. അതാണ് ആദ്യത്തെ കാര്യം. ഈ 8 ലക്ഷം രൂപയ്ക്ക് മുന്നേയും ഒരു 1 lakh ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ചാറ്റ് കാണിച്ചു തരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കണം. ആ ചാറ്റിൽ കറക്റ്റായിട്ട് ഏറ്റവും ആദ്യം ഒരു 1 lakh rupeesന് വേണ്ടിയിട്ട് എനിക്ക് ആളുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നിട്ട് പുതിയ ഇത് ആഡ് ചെയ്യാൻ, പുതിയ ഒരു അക്കൗണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30 മിനിറ്റിൻ്റെ ടൈം എടുക്കും. ആ ടൈം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അതിന് പോലും നിൽക്കാതെ ആൾ എന്നെ കൊണ്ട് അത്ര എമർജൻസി പറഞ്ഞ് ആ 30 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട് ധന്യയുടെ അക്കൗണ്ടിൽ വഴി നേരത്തെ എപ്പോഴും ആഡ് ചെയ്തിട്ടുണ്ട്, അതുവഴി ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്. ഫണ്ട് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ എമർജൻസി കൊടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നൊരു ആരോപണം കൂടി. എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇന്നേ വരെ എന്റെ പൈസ തിരിച്ചു തരാനായിട്ടുള്ള ഒരു ഇത് ആള് കാണിച്ചിട്ടില്ല. എനിക്ക് പ്രഷർ കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് ഉന്നയിക്കുന്നത്. കാരണം ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും അവരവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരില്ലേ? 4 ലക്ഷം രൂപ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് അക്കൗണ്ട് വഴിയല്ല, എന്റെ കയ്യിൽ തന്നെ തരണം. മറ്റേ ആ 4 ലക്ഷം രൂപ തരാനായിട്ട് ഇന്നേ വരെ ഒരു ഡേറ്റ് ഇത് പറഞ്ഞ് കറക്റ്റായിട്ട് അത് തരാനോ ഇതാക്കിയിട്ടില്ല. ഞാനൊരു പ്രഷർ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അബ്യൂസ് ചെയ്തത്. പിന്നെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നിലവാരം ഇല്ലാത്ത ഒരാളാന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഇന്ററാക്ഷൻ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഒരു സംസ്കാര ശൂന്യനാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം. അല്ല, ഇതിൽ വലിയൊരു പോയിന്റ് മിസ്സായി, അത് വിടരുത്. ഇവൻ പറയുന്നു ലക്ഷ്മി അക്കൗണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യം സെയിം, എന്തുകൊണ്ട് എനിക്ക് അക്കൗണ്ട് അയച്ചു തന്നില്ല? 31-ാം തീയതി അബ്യൂസിങ് നടന്നു, ഇവൻ കോൾസ് നടന്നു, ഇവൻ്റെ ഭീഷണി നടന്നു കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയായിട്ടുള്ള കോൺടാക്റ്റ് അവിടെ നിന്നിട്ടുണ്ട്. ഫെബ്രുവരി 17-ാം തീയതി ലക്ഷ്മിക്ക് ഒരു മെസ്സേജ് ഇവൻ അയച്ചിട്ടുണ്ട്. ലക്ഷ്മി, ഫണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു തരണ്ടാണ്, മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും തിരിച്ചാണ്, എനിക്ക് കുറച്ച് സമയം തരൂ, 1 മാസം ലക്ഷ്മിയുടെ ഫണ്ട് തിരിച്ചു തരാമെന്ന് പറയുന്ന മെസ്സേജ് ഫെബ്രുവരി 17-ാം തീയതി ഇവൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇന്നലെ എന്താ പറഞ്ഞത്, ലക്ഷ്മിയുടെ അടുത്ത് മേടിച്ച് ഞാൻ വേറെ, പിന്നെ എന്തിന് ഫെബ്രുവരി 17-ന് ഇവൻ ഈ മെസ്സേജ് അയക്കണം? ഫെബ്രുവരി 17-ാം തീയതി എടുത്ത് വലിയൊരു കഥ, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന റോബിൻ ഫെബ്രുവരി 17 ഇലക്ഷൻ്റെ 1 മാസം മുമ്പ് ലക്ഷ്മിക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. മറ്റേത് ഇങ്ങനെ കാണിക്കുക, ഞാനത് അയച്ചു മീഡിയക്കാരെല്ലാം അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ കാണിക്കാം,
ഞങ്ങൾ ലക്ഷ്മിൻ്റെ ഫുൾ കോൺവെർസേഷൻ കാണിക്കാം, ഞാൻ കാണിക്കാം, വെട്ടി തുറന്ന് കാണിക്കാം. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഇലക്ഷൻ സമയത്ത് റോബിൻ്റെ ഞാൻ ഒരു വീഡിയോ ലക്ഷ്മി, എനിക്ക് പേഴ്സണലി 1 വ്യൂ ഇട്ട വീഡിയോ ആണ് ഞാൻ തന്നെ ലക്ഷ്മിക്ക് കൊടുത്തത്. ഒരു 40 ലക്ഷം രൂപ ഇലക്ഷനിൽ മൈനെറ്റയിൽ ഇവൻ്റെ സ്വത്ത് വിവരങ്ങൾ ഇവൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിന് ശേഷം ലക്ഷ്മി ആ ചോദ്യം ചോദിച്ചു. ബിഗ് ബോസ് ഞാൻ ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കാര്യങ്ങൾ. മൈനെറ്റയിൽ ഇവൻ്റെ സാമ്പത്തിക സ്രോതസ് ഇവന് കാണിച്ചിട്ടുണ്ട് 3 ലക്ഷത്തി സംതിങ്. അതിൽ 1.5 ലക്ഷത്തിന് രൂപയുടെ കാറാണ് ഇവൻ്റെ സ്വന്തം, ബാക്കി 2 പവൻ ഗോൾഡും പിന്നെ ഇവൻ്റെ ചില്ലറ ബാങ്ക് ബാലൻസും ആണ് ഇവന് കാണിച്ചിരിക്കുന്നത്. ഇവൻ്റെ അങ്ങനെയുള്ള ലോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ ഒരു ടേബിളിൽ കെട്ടുകണക്കിന് പൈസ വെച്ച്, എനിക്കാണ് പറഞ്ഞത്, കണ്ടോ ഞാൻ ഈ ആ വ്യക്തിക്ക് ജോബിച്ചേട്ടാ, അത് ഫിനാൻസാണ് കൊടുത്തിരിക്കുന്നത് ജോബിച്ചേട്ടൻ, ഞാൻ അദ്ദേഹത്തിന് പെർമിഷൻ ചോദിച്ചു, ജോബിച്ചേട്ടാ ഈ സാധനം ഞാൻ പുറത്ത് വിടുകയാണ്, കാരണം അത്ര അബ്യൂസിങ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടാണ്, നിങ്ങളെ പെർമിഷനോട് കൂടിയാണ്, കാരണം നിങ്ങൾ അറിയാതെ എടുത്ത ഒരു വീഡിയോ ആണ്, അയാൾ അറിയാതെ ആ വീഡിയോ എടുത്താണ്, അത് എനിക്ക് ഇവൻ പ്രൂഫിന് അയച്ചു തരാം, ടേബിളിൽ മുഴുവൻ പൈസ, എന്നിട്ട് ആ വീഡിയോ എടുത്ത് പിന്നെ അക്കൗണ്ടിൽ 12 ലക്ഷം ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടുന്ന് റോബിൻ രാധാകൃഷ്ണന് എലക്ഷൻ സമയത്ത് ആ ഫണ്ട് കിട്ടി? എവിടുന്ന് റോബിൻ രാധാകൃഷ്ണൻ ആ ഇലക്ഷൻ സമയത്ത് അബിൽ ദേവിന് പൈസ തന്നിട്ടുണ്ട്? ഇത് ഡിസംബർ മാസം ഭീഷണിപ്പെടുത്തിയ അബിൽ ദേവിന് എന്തിന് മാർച്ചിൽ പൈസ റോബിൻ രാധാകൃഷ്ണൻ കൊടുത്തു? ഇതിന് ഉത്തരം പറയണം. ഈ ഇലക്ഷൻ ഫണ്ട് എവിടുന്ന് സമയത്ത് ഇത്രയും 40 ലക്ഷം രൂപ ആ സമയത്ത് അവൻ്റെ കയ്യിൽ ഇല്ലാന്ന് എനിക്കറിയാം. ഇത് മൈനെറ്റയ്ക്ക് അറിയിച്ചതിന് ശേഷം ഇത് എവിടുന്ന് കിട്ടിയെന്ന് പറയാം. എന്തായാലും റോബിൻ രാധാകൃഷ്ണനെതിരെയാണ് വലിയ ആരോപണവുമായിട്ടാണ് രണ്ടുപേരും, അബിൽദേവും ലക്ഷ്മിയും എത്തിയിട്ടുള്ളത്. രണ്ടുപേരും അതിന് വ്യക്തമായിട്ടുള്ള ചാറ്റും അതേപോലെ ഈ പണം സെൻഡ് ചെയ്തതുമായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്തതുമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് മറുപടി പറയേണ്ടത് റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. ഇതിനുള്ള അതായത് നിയമപരമായി നീങ്ങും എന്ന് തന്നെയാണ് ഈ രണ്ടുപേരും പറഞ്ഞു വെക്കുന്നത്.